ഹലോ ഗായ്സ്. ഹലോ. എന്താണ് ഇന്നത്തെ പരിപാടി? എന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഗൈസ്, ഈ ഡ്രസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായിരിക്കും ഇന്നത്തെ പരിപാടി ഗൈസ്. സോ എന്താ പറ? നമ്മളൊരു പാർട്ടിക്ക് പോവാണ് ഗൈസ്. സോ പാർട്ടി എന്ത് പാർട്ടിയാണോ? നമ്മൾ ദിവാലി നൈറ്റ് പാർട്ടിക്കാണ് ഗൈസ് പോകുന്നത് അല്ലേ? ദിവാലി നൈറ്റ്, ദിവാലി ഒക്കെ ആയല്ലോ. അപ്പോൾ ദിവാലിയുടെ ഒരു പാർട്ടി വൈബൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ പാർട്ടിക്ക് പോവാണ് ഗൈസ്. എവിടെ എന്താന്നൊക്കെ പതിയെ കാണിക്കാൻ പോവല്ലേ? യെസ്, നേരെ ഇറങ്ങാം, പോവാ. ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അന്ന് വലിയ തണുപ്പുമില്ല, ലൈറ്റ് ആയിട്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഗ്ലാസ്സില് മഴയുണ്ട്, ലൈറ്റ് ആയിട്ട് നല്ല മിന്നലൊക്കെ ഉണ്ട്. 2-3 ദിവസമായിട്ട് എറണാകുളത്ത് നല്ല മഴയാണ്. എന്താന്നറിയില്ല, ന്യൂസിലൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം? എന്തെങ്കിലും അറിയുന്നില്ല? എനിക്കറിയില്ല, ന്യൂനമർദ്ദമായിരിക്കും. വിശക്കുന്നുണ്ട്. യെസ്, നമ്മള് എന്തായാലും പാർട്ടിക്ക് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പാർട്ടിക്ക് പോയി കഴിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നു. ലേറ്റ് ആവും. ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ട്, റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മള് എറണാകുളം വരെ അങ്ങോട്ട് അകത്തേക്ക് പോകാനുണ്ട്. അപ്പൊ എന്തായാലും നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ എത്തുമ്പോ നല്ല ലേറ്റ് ആവും. അപ്പൊ അതിനു മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നമുക്ക് നോക്കാം. നമ്മുടെ ചെറുതായിട്ട് എന്താ, വൈകിട്ട് നമ്മള് ലൈറ്റ് ആയിട്ട് ഒരു ചായ കുടിച്ചിട്ടുള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നമുക്ക് കുറച്ച് വിശപ്പുള്ള ആൾക്കാരാണ്. ചായ കുടിച്ചിട്ട് ഒന്നും കൂടുതൽ കഴിക്കാത്തോണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നു. നിനക്ക് എന്താ കഴിക്കാൻ തോന്നുന്നത്? എനിക്ക് ചെറിയ വിശപ്പുണ്ട്. ബിക്കോസ് സാധാരണ നമ്മളൊരു 5 മണിക്ക് ചായ കുടിക്കുകയാണെങ്കിൽ, ഒരു 4-5 മണിക്ക് ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. ഇന്ന് നമ്മൾ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വിശപ്പ് എനിക്ക് ഇപ്പൊ ഉണ്ട്. അത് കുറച്ചുകൂടെ കൂടി. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു മിനിമം ഒരു ഷവർമെങ്കിലും എനിക്ക് വേണം. ഷവർമ ഇനി എവിടെ കിട്ടും നമുക്ക് നോക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് വല്ലതും ഷവർമയുടെ ഷോപ്പ് ഉണ്ടോ നോക്കാം. ഷവർമ എനിക്ക് അറിഞ്ഞൂടാ. സംഭവം എന്താണെന്നറിയോ, ഷവർമയും ചായയും കൂടെ ഒന്നിച്ച് കിട്ടുന്ന ഷോപ്സ് കുറവായിരിക്കും. അതെ, അങ്ങനെ കിട്ടുന്ന ഷോപ്സിൽ നമ്മൾ കുറച്ച് കഴിക്കാറുണ്ട്. അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ്. അത് ചായയും ഷവർമയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു കോംബോ ആണ്. ആരെങ്കിലും കഴിക്കാത്തവരോ കഴിച്ചവരോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. നമ്മളിപ്പോ വെന്നലയിലുണ്ട്. വെന്നലയിലെല്ലാം ഷവർമയുടെ ഷോപ്പ് ഉണ്ടോ നമുക്ക് നോക്കാം. ചായം കിട്ടുമോ നമുക്ക് നോക്കാം. അങ്ങനെ കോമ്പിനേഷൻ നിങ്ങൾക്ക് കൊച്ചിയില് ഈ ഏരിയയിലൊക്കെ അറിയാമെങ്കിൽ നല്ല ഷവർമയും നല്ല ചായയും കഴിക്കാൻ പറ്റിയ ഷോപ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് റെക്കമെൻഡ് ഫോർ അസ്. നമ്മളൊന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. ജസ്റ്റ് ഒരു ബ്രേക്ക്. മെട്രോ പോകുന്നു. മെട്രോ പോയല്ലോ ഗൈസ്. നമ്മൾ വൈറ്റിലെത്തി. വൈറ്റിലയില് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട്. എപ്പോഴും ഉള്ള പോലെ ഒരു ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ ആ ബ്ലോക്കിൽ പെട്ടു. നമുക്ക് ചായക്കടയൊന്നും ഇതുവരെ കിട്ടിയില്ലാതെ കൊറേ നേരം നമ്മൾ തപ്പി നടന്നിട്ട് ഒന്നും ഇതുവരെ കിട്ടിയില്ല. വിശപ്പ് കൂടി വരുന്നുണ്ട്. നമ്മള് എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഷോപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കുറച്ചും കൂടെ പോയി നോക്കാം. പാർക്കിങ്ങും വേണം കാർ എടുത്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ പോയി നോക്കാം. ഇനി ഈ വൈറ്റിലയിൽ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ കടവന്ത്രയാണ് പോകേണ്ടത്. നമ്മൾ അങ്ങ് പോയിട്ട് കറങ്ങി വരണം. ഇവർ ഈ പരിപാടി എന്തിനാ ഒപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ സിഗ്നൽ ഒന്നും പ്രോപ്പർ അല്ല. നമ്മളിതാ ഇവിടുന്ന് റൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിത് ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് പോയിട്ട് കറങ്ങി വരണം. മതി സിഗ്നൽ വെച്ച് റൈറ്റ് വിട്ടാ മതി. ഇപ്പൊ നമ്മള് റൈറ്റ് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. സോ നേരെ പോവാ. നോ എൻട്രി ആയിട്ടേക്കുന്ന കണ്ടോ. ഇപ്പോ നമ്മൾ അങ്ങോട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് ഒരു യൂട്ടേൺ തിരിക്കാം. നമുക്ക് ഇവിടെ അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് വരാം. എനിക്ക് ഇവിടുത്തെ വൈറ്റിലെ സിഗ്നലിലുള്ള റൂൾസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുമോന്നല്ല, അവിടെ നിന്ന് നേരെ പോകാൻ പറ്റുമോന്ന് അറിയില്ല. ഇവര് ആ സിഗ്നൽ ഒരു പ്രോപ്പർ അല്ല. നോ എൻട്രി എഴുതിയിട്ടുണ്ട്. കുറച്ച് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോന്ന് അറിയില്ല. ഇവരൊക്കെ സിഗ്നലില് ഡയറക്റ്റ് പോവാണ്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റി കറങ്ങിയിട്ടാ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ ഇവിടെ ഇട്ട് തിരിക്കും. നമ്മൾ ഇങ്ങനെ തിരിക്കേണ്ടി വരും നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ യൂട്ടേൺ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ അവിടെ നിന്ന് തെറ്റിയിട്ട് ലൈക്ക് നമുക്ക് ഏത് വഴിയാ പോകണ്ടെന്ന് അറിയാനിട്ട് നമ്മൾ കറങ്ങി വേറെ ഏതോ വണ്ടി പോകുന്ന വഴി കണ്ടുപിടിച്ചല്ലേ നമ്മൾ പോയത്.
അതേപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ വൈറ്റില ഈ ജംഗ്ഷൻ, വൈറ്റില ഹബ്ബ് ജംഗ്ഷനിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. എല്ലാ വണ്ടിയും ഇങ്ങനെ യൂട്ടേൺ എടുത്താണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. അപ്പൊ നമുക്കിത് എന്തായാലും ഇനി അങ്ങോട്ട് നേരെ പോവാം. ഇനി കടവന്ത്ര സൈഡ് പോയിട്ട് നോക്കാം. ഇനി അടുത്ത സിഗ്നൽ കിട്ടി. Let's wait for a few more minutes, guys. അതെ, നമുക്ക് എന്താ ചെയ്യുന്നത്? Guys, 2 minutes ആയി. It's almost 2 minutes, guys. Still waiting. കുഴപ്പമില്ല, 2 മിനിറ്റ് ഒന്നും എന്ത്. ബാംഗ്ലൂരിലൊക്കെ 10-15 മിനിറ്റ് ബ്ലോക്കിൽ എല്ലാവരും ട്രാഫിക്കിലും സിഗ്നലിലൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് 2-3 മിനിറ്റ് അല്ലേ, കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് പോവാം. ആ എന്താ പറഞ്ഞേ? ആ അതെ, നമുക്ക് നല്ല വിശപ്പുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഷവർമ പ്ലേറ്റ് വാങ്ങി. റോളൊന്നും തികയില്ല. ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച ഒരു കട, അറേബ്യൻ ഡ്രീംസ്. നമ്മൾ എവിടെ കാക്കനാടിൽ കടവന്ത്ര സൈഡുള്ള അറേബ്യൻ ഡ്രീംസ്. ആ അതെ, എവിടെയോ എന്തോ നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. സോ പറഞ്ഞിട്ടുണ്ട്, വരട്ടെ ഗൈസ്. നമ്മൾ ഷവർമ വന്നു. ഷവർമ ഇനി ഒട്ടും സമയമില്ല, നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ പോവാം. നമ്മൾ 8:30 മുമ്പ് അവിടെ കയറണം. കഴിച്ചോ. ഇതിന് മൈനസ് ഇല്ല. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇനി നമ്മളിത് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങാം. നമ്മൾ കഴിച്ചിട്ട് നേരെ ഇറങ്ങി പെട്ടെന്ന് തന്നെ കഴിച്ചു. നമ്മൾ ഒരു 8:30 മുമ്പ് എന്തായാലും അവിടെ എത്തണം. അപ്പോൾ ഇപ്പൊ സമയം 8 മണിയായി. എന്തായാലും ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. അതായത് ബ്ലോക്ക് ഉണ്ട്, ആ സിഗ്നലിൽ നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ബ്ലോക്കാണ്. ഇനി ഇതാ ഒരു 5 മിനിറ്റിൽ എത്തുമായിരിക്കും അല്ലേ? എത്തും. അപ്പൊ നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാ. ഇനി ബാക്കിയുള്ളതൊക്കെ എവിടെയാ നമ്മൾ പോകുന്നത്? അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. എവിടെയാ പോകുന്നത്? നമ്മള് ഒലീവ് ഡൗൺ ടൗണിലാണ് ഗൈസ് പോകുന്നത്. കടവന്ത്ര ഉള്ള എപ്പോഴും കാക്കനാട് പറഞ്ഞു ഇപ്പൊ കാക്കനാട് മാത്രമായത് വരുന്നുള്ളൂ. ഇപ്പൊ കടവന്ത്രയിലാണ് ഒലീവ് ഡൗൺ ടൗൺ. അപ്പൊ അവിടെയാണ് ഒരു പാർട്ടി, ദിവാലി പാർട്ടി നടക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോവാന്നാണ് പ്ലാന്. അപ്പൊ നമ്മൾ എന്തായാലും കടവന്ത്ര എത്തി. ഇനി ആ സിഗ്നൽ കഴിഞ്ഞ സിഗ്നലിന് അവിടെ തന്നെയാണ് ഒലീവ് ഡൗൺ ടൗൺ. സോ അറിയായിരിക്കും അല്ലേ? നീ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകണം ഈ സിഗ്നൽ മാറിയിട്ട്. അപ്പോൾ നീ അത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം. നമ്മ ദിവാലി പാർട്ടി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പോവല്ലേ? ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നടാ. പക്ഷെ അത്ര വൈബില്ല. നമ്മൾ അറേബ്യൻ ഡ്രീംസിലാണ് ഇപ്പൊ കേറിയത്. അതാ ഇവിടെ ഈ അറേബ്യൻ ഡ്രീംസിലാണ് കയറിയത്. അറേബ്യൻ ഡ്രീംസ് എന്ന് പറയുമ്പോൾ നല്ല ഷവർമയൊക്കെ, നല്ല ഷവർമയായിരുന്നു അവിടുത്തെ. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഷവർമയായിരുന്നു. അറേബ്യൻ ഡ്രീംസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറേബ്യൻ ടച്ച് ഷവർമയൊക്കെ നല്ലതായിരിക്കും ഓർത്തു. അതേപോലെ കയറിയപ്പോ നല്ല ഷവർമ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞത് സ്പൈസിയാണ്, സ്പൈസി നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നല്ല ഷവർമയൊക്കെ കഴിച്ചു. ഇനി അങ്ങോട്ടേക്ക് പോവാ. ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പോവല്ലേ? പോയിട്ട് ദിവാലി പാർട്ടി വൈബാക്കുന്നു ഗൈസ് ഞങ്ങൾ. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കൂ. ബാക്കി ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാണാം. ഞാൻ പാർക്ക് ചെയ്തിട്ട് വരുവാണ് ഗൈസ്. പറഞ്ഞോ, നമ്മളെ സീൽ ചെയ്തു. നനഞ്ഞു. ബാ, മുകളിലായിരിക്കും. ഗൈസ് ഞാൻ നനഞ്ഞു. ഞങ്ങൾ ഇവിടെ എൻട്രി അല്ല അതവർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഞങ്ങള് ന്യൂ ഇയറിന് ഇവിടെ വന്നത്. ഇതേപോലെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ പാർട്ടി ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്തു. ഈ ലൈറ്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം DJ ഓൾറെഡി ഓൺ ആയിരുന്നു. നമ്മൾ നേരെ ചെന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ടേബിളിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഇന്നൊരു ക്യാൻഡിലിൻ്റെ ഡിന്നർ കൂടെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദിവാലി മോഡങ്ങ് ഓണായി. എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മാത്രം എങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ദിവാലി തീം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നേരം ഡാൻസ് ഒക്കെ ചെയ്ത് ടയേർഡായി ഞാനിവിടെ വന്നിരുന്നപ്പോഴാണ് ഈ ഫ്രെയിംസ് ഒക്കെ കണ്ടത്. കൊള്ളാം, നല്ല രസമുണ്ട്. ഓൾമോസ്റ്റ് DJയുടെ ടൈമൊക്കെ കഴിയാറായി. ഞങ്ങളെ ദിവാലി പാർട്ടി കളറായി ഗൈസ്. സോ നിങ്ങളും എന്തൊക്കെയാണ് ദിവാലിക്ക് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. കഴിഞ്ഞു.
കഴിഞ്ഞു. ഇവിടുന്ന് ഇറങ്ങുന്നു. എങ്ങോട്ടാ പോകുന്ന? ഓടി. ചെറിയ മഴയുണ്ട്. അത്ര മഴയില്ലല്ലേ? ചെറിയ പൊടി, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഫ്ലാറ്റിലെത്തി. നമ്മൾ ദീപാവലി പാർട്ടി എല്ലാം കഴിഞ്ഞു. എന്താ നടന്നു പോകുന്നത് കണ്ടോ? കൊച്ചു നടന്നു പോകുന്നത് കണ്ടോ? ആരാ? ദീപാവലി പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? Party was nice. Nice. So that's all about the day. See you guys on our next video. Bye bye.